ആമീൻ പറയലിൻ്റെ ഹുക്മ് അത് സുന്നത്താണ് എന്നുള്ളതാണ്. ആമീൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില വിഷയങ്ങളുണ്ട്. എന്താണ് ആമീൻ എന്നതിൻ്റെ അർത്ഥം? അല്ലാഹു മുസ്തജീബ് എന്നാണ്. അള്ളാഹുവെ എനിക്ക് ഉത്തരം നൽകണമേ. അപ്പോൾ ഫാത്തിഹ ശരിക്കും ഒരു ദുആ ആണ്. അതിൻ്റെ അവസാന ഭാഗത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ പാതയിലേക്ക് വഴി നയിക്കണമേ. അത് ആരുടെ പാതയാണ്? നീ കോപിച്ചവരുടെ പാതയല്ല, വഴിപിഴച്ചു പോയവരുടെ പാതയുമല്ല, നീ അനുഗ്രഹിച്ചവരുടെ പാതയാണ്, അതിലേക്ക് വഴി നയിക്കണമേ. അപ്പോൾ അതിൻ്റെ ഒരു പരിപൂർണം എന്ന രൂപത്തിലാണ്, പൂർത്തീകരണമാണ് ആമീൻ, അള്ളാഹുവെ ഉത്തരം നൽകണമേ എന്നത്. ആമീൻ പറയുമ്പോൾ ചില ആളുകൾക്ക് അറിയാതെ മീമിന് ശബ്ദ് വന്നു പോകും. ആമീൻ അങ്ങനെ പറഞ്ഞാൽ അർത്ഥം മാറും. അത് മനഃപൂർവ്വമാണ് പറഞ്ഞു വെച്ചാൽ നിസ്കാരം തന്നെ പാത്തിലായി പോകും. ഖാസിദീൻ ഉദ്ദേശിക്കുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതെന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ട ഒരു മസലയാണ്. ഇനി ആമീൻ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇപ്പം നമ്മുടെ പള്ളിയിൽ ആമീൻ പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ്? ആമീൻ ഇമാം അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ അവസാനത്തെ ആളവും തീരുമ്പോഴേക്കിന് ഒരുപാട് സമയം പിടിക്കും. അഥവാ പിന്നത്തെ ഒരാൾ പറഞ്ഞ് ഓൻ്റെ കഴിയുമ്പോഴേക്കിനൊക്കെ രണ്ടാം സഫത്തോൻ പറയാം, ഓൻ്റെ കഴിയുമ്പോഴേക്കിനൊക്കെ ഈ തലക്കത്തോൻ പറയാം. എല്ലാവരും ഒരുമിച്ച് വരില്ല. ആ രൂപത്തിൽ ആമീൻ പറയാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ആമീൻ പറയുമ്പോൾ പള്ളി വിറക്കുമായിരുന്നു എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു, ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങളും ആമീൻ പറയുക. ഫഇന്നഹു മൻ വാഫഖ തഅ്മീനുഹു തഅ്മീനൽ മലായികതി ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരുടെ ആമീനാണോ മലായികത്തുകളുടെ ആമീനുമായി യോജിച്ചു വരുന്നത് അവൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും, കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അപ്പോൾ ഒരാൾ ഇമാം ആമീൻ പറഞ്ഞതിന് ശേഷമാണ് ആമീൻ പറയുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ ഇമാമിൻ്റെ ആമീൻ മലായികത്തുകളുടെ ആമീനുമായി യോജിച്ചു വരും, അല്ലെങ്കിൽ ഇവൻ്റെ ആമീൻ മലായികത്തുകളുടെ ആമീനുമായി യോജിച്ചു വരും എന്ന് പറയേണ്ടി വരും. അപ്പോൾ രണ്ടാളുടെ യോജിച്ചു വരുന്നുണ്ടോ? ഇല്ല. പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇമാമിൻ്റെ കൂടെയാണ് ആമീൻ പറയേണ്ടത്. ഇമാം ആമീൻ പറഞ്ഞു തുടങ്ങിയാൽ പറയണം, ഇമാം നിർത്തുന്നതോടുകൂടി നമ്മളും ആമീൻ നിർത്തണം. അപ്പോൾ എല്ലാവരുടെയും ആമീൻ മലായികത്തുകളുടെ ആമീനുമായിട്ട് യോജിച്ചു വരിക. ഇനി ആമീൻ പറയുമ്പോൾ തന്നെ ചില ആൾക്കാർ മീനെ കുറച്ച് കൂടും, ചില ആൾക്കാർ മീനെ കുറച്ച് കുറയും അല്ലേ? എങ്ങനെയാണ് ആമീൻ പറയേണ്ടത്? അതിൽ രണ്ട് രൂപത്തിലുണ്ട്. ഒന്നെങ്കിൽ രണ്ട് ഹർക്കത്തും രണ്ട് നീട്ടാനുള്ള ഭാഗത്തും രണ്ട് ഹർക്കത്ത് വരെ നീട്ടുക, ആമീൻ. അല്ലെങ്കിൽ ഹംസ രണ്ട് ഹർക്കത്ത് വരെ നീട്ടുക, യാ 4 or 6 ഹർക്കത്ത് വരെ നീട്ടുക, ആമീൻ. അതാണ് ഒന്നുകൂടി എല്ലാവർക്കും യോജിച്ച് വരാൻ സുഖകരമായിട്ടുള്ള രൂപം. രണ്ട് രൂപത്തിൽ ആമീൻ പറഞ്ഞാലും പ്രശ്നമില്ല. ഈ രണ്ട് രൂപത്തിലാണ് ശരിയായ ആമീൻ പറച്ചിൽ.